ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് കേട്ടോ. 8 സെൻറ്റ് സ്ഥലമുണ്ട്, 2700 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീട് ഒരു 20 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടാലും പുതിയ വീട് കണക്കിന് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീടാണ്. നല്ല കിണറ്റിൻ്റെ വെള്ളവും ഓപ്പൺ വെല്ലും അതുപോലെ തന്നെ മലമ്പുഴ കണക്ഷനും നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഒലോക്കോട് സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉള്ളത്. ടോട്ടൽ 2 വീടായിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 2 വീടായിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്കൊരു വീട്, അതിൽ 2 ബെഡ്റൂം താഴെയും 1 ബെഡ്റൂം മേലെയായിട്ട് ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇത് കയറുമ്പോൾ തന്നെ വിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് കണ്ടല്ലേ, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീടാണ് കേട്ടോ. അത് പഴയ വീടാന്ന് കണ്ടാൽ പറയില്ല. പൂജാ റൂം താഴെയുണ്ട്, മേലെയുള്ള വീട് 2 വീട്ടിലും പൂജാ റൂം ഉണ്ട് കേട്ടോ. കണ്ടല്ലേ, അതുപോലെ ഇവിടെ ഡൈനിങ് സ്പേസ്, വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. എല്ലാവരോടും റിക്വസ്റ്റ് ഉള്ളത് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വാഷ് ബേസിൻ ഏരിയ ഒക്കെ സെപ്പറേഷൻ ആയിട്ട് നന്നായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിളിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അറ്റാച്ച്ഡ് ആണ്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. 1 ബെഡ്റൂം മാത്രം കോമൺ ആയിട്ട് വാഷ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബെഡ്റൂമിലൊക്കെ ഇതുപോലെ കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമിനകത്തും കബോർഡ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. മേലത്തേൽ നമുക്കിൽ വർക്ക് ബാലൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് എല്ലാം ഉള്ളത്. ആണല്ലേ, ഡൈനിങ് ഹാളായാലും ഹാളായാലും അതുപോലെ ബെഡ്റൂംസ് ആയാലും എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ്. ഇതിൻ്റെയൊക്കെ കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴത്തെ 2 ബെഡ്റൂമിലും കബോർഡ് വർക്ക് കംപ്ലീറ്റ് ഉണ്ട്. ലോഫ്റ്റും കംപ്ലീറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിൽ നമ്മുടെ അതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുള്ള വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വരുമ്പോൾ ഇത്രയും കാലം ഇവർ യൂസ് ചെയ്ത് നമുക്ക് മാറ്റണം എന്നുള്ളൊരു, ബാക്കി ഒന്നുമില്ല. ഒരു ക്ലീൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യം പോലും, കംപ്ലീറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെച്ചിട്ട് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കിച്ചണിലൊക്കെ നോക്കിയാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ കിച്ചൺ, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഏരിയ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സായി ഹോസ്പിറ്റൽ വളരെ നിയറസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റേഷൻ വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. അതുപോലെ പാസ്പോർട്ട് ഓഫീസ് അടുത്താണ്. കോപ്പറേറ്റീവ് കോളേജ് വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയ ആണ്. മെയിൻ സെൻറ്ററിൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. വർക്ക് ഏരിയ ഉണ്ട്. ഇതിപ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 വീടായിട്ടാണ് ഞാൻ പറഞ്ഞു. 2നും 2 ഇലക്ട്രിസിറ്റി കണക്ഷനും എല്ലാം സെപ്പറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇതിൽ കാർ പാർക്കിംഗ് നോക്കുമ്പോൾ 2 വീടും സെപ്പറേറ്റ് കൊടുത്താൽ പോലും 2ലും ഈ 2 കാറെങ്കിലും മിനിമം നിർത്താനുള്ള സ്പേസും ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിലൂടെ സ്റ്റെയർ ഉണ്ട്, വെളിയിലൂടെയും സ്റ്റെയർ ഉണ്ട്. ഇത് നമ്മൾ 2 ബെഡ്റൂം താഴെ കണ്ടു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് 1 ബെഡ്റൂം കൂടി ഈ ഒരു വീടിനകത്ത് നമുക്ക് കണക്ട് ചെയ്ത് കിട്ടും. അല്ലേ, ഇവിടെ നമുക്കൊരു ഇരുമ്പിൻ്റെ ഡോർ, ഇത് നേരെ കയറുമ്പോൾ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഭാഗത്തും 2 സൈഡിൽ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് അടുത്ത 3ാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം എല്ലാ റൂമും തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ്. ഇതിന് അറ്റാച്ച്ഡ് ഇല്ല, കോമൺ ആണ്. അതും ഇന്ത്യൻ ടൈപ്പിലുള്ള കോമൺ വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ടൈപ്പിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനോട് ചേർന്ന് വെളിയിൽ കവർ ചെയ്തിട്ടുള്ളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റഡി റൂമായിട്ടോ കാര്യമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ. ഇതാണ് ഒരു വീടിൻ്റെ കാര്യം എടുക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂം, അതിൽ 2 അറ്റാച്ചും 1 കോമൺ ആയിട്ട്. ഈ ഒരു ഡോർ കണ്ടില്ലേ, ഇതാണ് 2 സൈഡിൽ നിന്ന് ലോക്ക് ചെയ്യുക. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് ആയി. ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ കണ്ട ഇതേപോലൊരു ഹാള്. ഇവിടെ നമുക്ക് ഈ ഒരു വഴിയാണ് കേട്ടോ സ്റ്റെയർ. നമുക്ക് വെളിയിലൂടെ വരാം. വീഡിയോൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കിതിലൂടെ കയറി വരാൻ പറ്റുന്ന ഒരു ഏരിയ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബെഡ്റൂം വരുന്നത്. ഇവിടെ എല്ലാം ഇത് അറ്റാച്ച്ഡ് ആണ്. കബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ ബെഡ്റൂമിലൊക്കെ ചെയ്യാനുണ്ടോ. താഴെ ചെയ്ത പോലെ ഇവിടെ ചെയ്തിട്ടില്ല, അതേ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ലോഫ്റ്റ് നമുക്ക് കണക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് അതിന് പാരലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ഇതേ സെയിം താഴെ കണ്ട അതേ രീതിയിൽ ഓപ്പോസിറ്റ് അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് നമുക്ക് 2 വീടായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 ബ്രദേഴ്സിന് ഒരു വീട് വേണം പറഞ്ഞാൽ അവർക്ക് താഴെ മേലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതും അറ്റാച്ച്ഡാണ്. ഇപ്പോൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരെണ്ണം മാത്രം കോമൺ ആയിട്ട്. ഇപ്പോൾ താഴെ നമ്മൾ പൂജാ റൂം കണ്ടു, അതേപോലെ ഇവിടെയും നമുക്ക് പൂജാ റൂം കൊടുത്തിട്ടുണ്ട്. അവർ ഇതാ ഈ ഭാഗത്തും ഇവിടെ പൂജാ റൂമിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡോറ് വെച്ചിട്ടില്ല എന്നുള്ളൂ, നമുക്ക് ഡോറ് വേണമെങ്കിൽ വെക്കാം. ഇവിടെ നമുക്ക് കിച്ചണിൻ്റെ ഏരിയ, ഇവിടെ സ്റ്റോർ റൂം സ്പേസ് ഇല്ല കേട്ടോ, കിച്ചണിൻ്റെ ഏരിയ. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസും ഉണ്ട്. നമുക്കിപ്പോൾ ശരിക്കും 2 വീടായിട്ട് ഇതിനെ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കാം, ഇല്ലെങ്കിൽ 2 ഫാമിലി. ഇതിലെന്താ ഇത് പറഞ്ഞു വെച്ചാൽ, പുതിയ വീടുകളിൽ പലപ്പോഴും കാണാറുള്ള ക്രാക്കോ കാര്യങ്ങളോ അങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല. പഴയ മണൽക്കെട്ടാണ്, അതിൻ്റെ ഒരു സ്ട്രോങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ ചുറ്റുവശമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിലെല്ലാം കണ്ടു. ഇതൊരു ഗേറ്റാണ്, നമ്മൾ രണ്ടാമത് കണ്ട ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഗേറ്റ്. അവിടെ നിന്ന് നമുക്ക് 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് മെയിൻ ഗേറ്റ്. ഫസ്റ്റ് നമ്മൾ കയറിയ ഏരിയ, ഇവിടെ നമുക്ക് 2 3 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമുക്ക് സൈഡിലായിട്ട് കുറച്ച് അത്യാവശ്യം മണ്ണും, ഇവിടെ ഒരു നായ്ക്കൂടിൻ്റെ സെറ്റപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതും നമുക്ക് അതിനൂടെ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ വെല്ലി, നമ്മൾ ഫസ്റ്റ് നേരത്തെ കണ്ട പോലെ ഓപ്പൺ വെല്ലി ഈ ഭാഗത്താണ്. നമുക്ക് ചുറ്റും ഒന്ന്, വീടിൻ്റെ ചുറ്റും ഒന്ന് നോക്കാം. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ ഇത് തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ടൗൺ സിറ്റിയിലായിരിക്കുന്നത്, എന്നാലും വീട്ടിലേക്ക് ആവശ്യമുള്ള തേങ്ങ കാരണം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ്. നല്ല വെള്ളമുണ്ട്, എനിക്കറിയാം, അത്യാവശ്യം നല്ല വെള്ളമുള്ള കിണറാണ്. അപ്പോൾ നമുക്ക് ആൾറെഡി ഓപ്പൺ വെൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് മലമ്പുഴ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. 2 വെള്ളത്തിൻ്റെ സോഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, തേച്ച് വെച്ചിട്ടുണ്ട്, ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ തിരുമ്പാനുള്ള അലക്കുകല്ല്, അതുപോലെ വെളിയിൽ ഇപ്പോൾ സെർവൻറ്റിനൊക്കെ ഒരു വാഷ്റൂം വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റ് വെച്ചിട്ടുണ്ട്, വാഷ്റൂം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കയറാനും നമുക്ക് ഇതിൽ കൂടെ ഇരുമ്പിൻ്റെ സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 8 സെൻറ്റ് സ്ഥലം. ആ സ്ഥലത്തിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വെച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഒരു ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കത്തിക്കാനുള്ള സ്പേസ് വേസ്റ്റൊക്കെ ഇത് നമുക്ക് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഗേറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഗേറ്റോടെ പാർട്ടീഷൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത് വേറെ വീട്, ഇത് വീട്. ഇവിടെ 2 കാറ് നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വഴിയാണ് നമുക്ക് രണ്ടാമത്തെ നമ്മൾ മേലെ കണ്ട വീട്ടിലേക്കുള്ള ഔട്ടർ സൈഡിൽ നിന്നുള്ള വഴി ഇതാണ് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നത് ഈ വഴി വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെയാണ്. ഇവിടെ കോളിംഗ് ബെല്ലും കാര്യമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2നും സെപ്പറേറ്റ് കറണ്ട് കണക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 8 സെൻറ്റ് സ്ഥലം, 2700 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീട്, 5 ബെഡ്റൂം ടോട്ടൽ ഉണ്ട്. 3 ബെഡ്റൂമിൻ്റെ ഒരു വീടും 2 ബെഡ്റൂമിൻ്റെ ഒരു ബെഡുമായിട്ടാണ് ഉള്ളത്. 4 എണ്ണം അറ്റാച്ച്ഡാണ്. ഓപ്പൺ വെല്ലുണ്ട്, മലമ്പുഴ കണക്ഷൻ ഉണ്ട്. ടോപ്പിൽ മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഒരു ഫാമിലി ഫംഗ്ഷൻ വരെ നടത്താനുള്ള അത്രയും സ്പേസ് ഉണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 1 കോടി രൂപയാണ്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ.